ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1243 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത 2 രാജാക്കന്മാർ 18-ാം അധ്യായം 3-ാമത്തെ തിരുവചനമാണ്. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാനായിട്ട് നാം ഓരോരുത്തരും ഒത്തിരിയേറെ പരിശ്രമിക്കുന്നുണ്ട്. കുടുംബത്തിലുള്ളവരെയും സുഹൃത്തുക്കളെയും സമൂഹത്തിൽ നാം കാണുന്ന ആളുകളെയും. ചിലപ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും. പ്രിയമുള്ളവരെ, ഒരു ചോദ്യം: ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് എന്തുമാത്രം പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുള്ളത്? ഈ വാക്യത്തിൽ ഹിസ്കിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ ദൈവത്തിന് പ്രസാദമായത് ചെയ്തു. അവൻ ഒരു രാജാവാണ്, അവന്റെ കയ്യിൽ അധികാരമുണ്ട്. എന്നിട്ടും അവൻ സ്വന്തം ഇഷ്ടമല്ല നോക്കിയത്. അവൻ ദൈവത്തിന് പ്രസാദമായത് എന്താണോ അത് തന്റെ ജീവിതത്തിൽ പാലിക്കുവാനായി പരിശ്രമിച്ചു. ഹിസ്കിയാവ് പിന്തുടർന്നത് ദാവീദിന്റെ മാതൃകയാണ്. ദാവീദ് ഒരു പൂർണ്ണനായ മനുഷ്യൻ ആയിരുന്നില്ല, എന്നാൽ അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടന്നവൻ ആയിരുന്നു. അവൻ തെറ്റ് ചെയ്തപ്പോൾ മാനസാന്തരപ്പെട്ടു. അവൻ ദൈവത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ ഇഷ്ടം തന്റെ ജീവിതത്തിൽ പാലിക്കുവാനായിട്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി. പ്രിയമുള്ളവരെ, ആളുകളുടെ അംഗീകാരം നേടിയെടുക്കുവാനായി ലോകത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ക്രിസ്തീയ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു യാത്രയാണ് എന്ന് നാം തിരിച്ചറിയണം. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അനുദിനം മുന്നേറുവാനായിട്ട് അനുസരണവും വിശുദ്ധിയും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളായി നമുക്ക് മാറാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.